ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് എൻ്റെ സ്വർണ്ണമാലയാണ്. ഒരുപാട് പേര് ഞാനിപ്പം ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ വീഡിയോ ചെയ്ത് നല്ലപോലെ വൈറലായ വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാവരും കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ്, ഇത് ഗോൾഡ് ചെയിൻ ആണോ, ഗോൾഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് പേര് ആ വീഡിയോ സ്വർണ്ണം നമ്മൾ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയാണ്, എൻ്റെ കഴുത്തിൽ കിടന്ന മാലയാണ്. എന്തായാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മാലയ്ക്കകത്ത് നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ കാണും. ഇത് എൻ്റെ മാലയാണ്. ഇതിന് നല്ലതുപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യുന്നത് രണ്ട് സാധനം വെച്ചിട്ട് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ കേട്ടോ, ഇത് ഇമിറ്റേഷൻ്റെ ചെയ്യുന്നതല്ല. നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണ്, ഏതായിക്കോട്ടെ, മാലയോ വളയോ കമ്മലോ എന്തോ ആയിക്കോട്ടെ, വീട്ടിൽ തന്നെ നല്ല തിളക്കത്തോടുകൂടി നല്ല ഭംഗിയായിട്ട് അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാതെ ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുക്കുക, ഒരു വലിയ പാത്രം എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോ 3/4 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഈ ഉപയോഗിച്ചേക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ശേഷം ഞാനിവിടെ ചെറിയ ഒരു രൂപയുടെ നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ഷാമ്പു വേണമെങ്കിലും എടുക്കാം, അതല്ല ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത്രയും ഒരു ഷാമ്പു അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ചൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് നല്ലപോലെ ഇത് രണ്ടും കൂടെ ഒന്ന് പതഞ്ഞ് പൊങ്ങുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ മാലയുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഏത് സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങളായിക്കോട്ടെ അത് നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു മണിക്കൂർ നമ്മളത് അടച്ച് വെച്ചേക്കണം കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് നമുക്ക് മാലയ്ക്ക് നല്ല കളറ് കിട്ടാനും, നമ്മൾ ഷാമ്പു യൂസ് ചെയ്തേക്കുന്നത് അതിനകത്തുള്ള അകത്തൊക്കെ വരെയുള്ള അഴുക്കും ചെളിയും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ താലി ഊരി മാറ്റിയിട്ടുണ്ട്, കാരണം താലിക്ക് അഴുക്ക് വരില്ല. അപ്പം നമ്മുടെ ഈ മാല അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂറോളം നമുക്കൊന്ന് അടച്ച് വെക്കണേ. കറക്റ്റ് നമ്മളിപ്പം വെപ്രാളം പിടിച്ചിട്ട് നമ്മൾ പോയി പെട്ടെന്ന് എടുക്കേണ്ട, ഒരു മണിക്കൂർ അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ പേടിയുള്ളവർക്ക്, അതായത് ചിലപ്പോൾ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്വർണ്ണം അതിനകത്ത് പോവുമോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ പേടിയോ ഉള്ളവർക്ക് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. ഇത് നമ്മളങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അടുത്ത് വെക്കാം. ഒരു പഴയ ബ്രഷ് കൂടെ വേണം കയ്യിൽ കേട്ടോ. ഞാൻ ഇപ്പം തന്നെ മാലയൊന്ന് കാണിച്ചു തരാം. നല്ലതുപോലെ അതിനകത്തുള്ള അഴുക്കും ചെളിയും എല്ലാം പോയി നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഷാമ്പൂ കൂടെ യൂസ് ചെയ്തൊന്ന് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുക, എന്നാൽ പിന്നെ ആദ്യമേ ഷാമ്പു ഉപയോഗിച്ച് അങ്ങ് തേച്ചാൽ പോരായിരുന്നു എന്ന്. നമുക്ക് ഇപ്പം നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും അകത്തെങ്ങാണോ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് ഇതുപോലെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ പൊടിയും ഷാമ്പും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് അതിനകത്തുള്ള വെള്ളം അഴുക്ക് ഫുള്ള് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ആഭരണങ്ങൾ എന്ത് വേണേലും ചെയ്തെടുക്കാം. സ്വർണ്ണത്തിൻ്റെ നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ഇമിറ്റേഷൻ്റെ ആഭരണങ്ങൾ ചെയ്തത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനെല്ലാം നല്ല പോലെ റിവ്യൂസും കാര്യങ്ങളും കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഒത്തിരി കമൻറ്റ് എനിക്ക് വന്ന് ഗോൾഡാണെന്ന് കരുതിയിട്ട് വീഡിയോ കണ്ടു, സ്വർണ്ണം എങ്ങനെയാണ് ചെയ്യുന്നത്, സ്വർണ്ണത്തിൻ്റെ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്നൊക്കെ കമൻറ്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ മാല തന്നെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് മാലയിലൊക്കെ നല്ലതുപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ വരും. സോപ്പ് പതയൊക്കെ കയറി അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു ജുവല്ലറിക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന ടിപ്പാണിത് കേട്ടോ. പിന്നെ തിളപ്പിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ. ജുവല്ലറിയിൽ ഇപ്പോൾ അവർ പറയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ച് തിളപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക, വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലർ ആദ്യമേ കമൻറ്റുകളൊക്കെ വന്നിട്ട് പറയും, അയ്യേ ഇതിങ്ങനെയല്ല അങ്ങനെയല്ല, ഇത് റിസൾട്ട് ഇല്ലെന്നൊക്കെ. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം റിസൾട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ വന്ന് കമൻറ്റ് ഇടുന്നവരോട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആദ്യം റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ വെളിയിൽ വന്നിട്ട്
ആദ്യം ഞാൻ ഇരുന്നിടത്ത് തന്നെ വെച്ചിട്ടാണ് നിങ്ങളെ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. വണ്ടി പോയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, നല്ല പോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താലി ഇട്ടില്ല, ഇനി ഞാൻ താലി ഒന്ന് ഇട്ടിട്ട് നിങ്ങളെ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം, നല്ലതുപോലെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊള്ളുക. എൻ്റെ കയ്യിലിരിക്കുമ്പം അല്ല എന്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ താഴെ വെച്ചിട്ട് കാണിക്കാം. കണ്ടോ, നല്ല പോലെ മാല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അല്ല നമ്മൾ ഷോപ്പിലൊന്നും കൊടുത്ത് പൈസ കളഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ താലിയും കൂടെ ഒന്ന് ഇട്ടിട്ട് വേണ്ട. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതിലുപരി നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.